ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭയിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. വിശുദ്ധ ക്ലാരയുടെ. ക്ലാര പുണ്യവതിയുടെ ജീവിതത്തിലെ ഒരുപാട് നന്മകൾ നമുക്ക് കണ്ടുപഠിക്കേണ്ടതുണ്ടെങ്കിലും ഒരു കൊച്ചു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്ന് അച്ഛൻ ഈ വീഡിയോ ഇടുന്നത്. ക്ലാര പുണ്യവതിയുടെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളൊരു സംഭവം. അവരെ മഠം ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാര പുണ്യവതിയും പുറകെ ക്ലാരയുടെ മക്കളും സന്യാസ അർത്ഥിനികളും അണിചേർന്ന് നിൽക്കുന്നു. ശത്രുക്കളെ നേരിടാനുള്ള ശക്തി അവർക്കില്ല. അപ്പോൾ ക്ലാര പുണ്യവതി ചെയ്യുന്ന ഒരു വലിയ കാര്യമുണ്ട്. അവൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിമാരെല്ലാം ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. എന്നിട്ട് അവൾ സക്രാരി തുറന്ന് ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ചുകൊണ്ട് ശത്രുക്കളുടെ നേരെ ധൈര്യത്തോടുകൂടെ നടന്നു വന്നു. അവരെല്ലാവരും പിന്തിരിഞ്ഞോടി എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വലിയൊരു ആയുധം നമ്മുടെ ജീവിതത്തിൽ എന്നും എടുക്കേണ്ട ഒരു ആയുധത്തെ ക്ലാര പുണ്യവതി നമുക്ക് പരിചയപ്പെടുത്തി തരാണ്. ദിവ്യകാരുണ്യമാകുന്ന ആയുധം. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവരായ നമുക്ക് സ്വർഗം തന്നിട്ടുള്ള ഇതിലും വലിയൊരു ആയുധമില്ല. പലപ്പോഴും നമ്മൾ പരാജിതരാകുന്നുണ്ടെങ്കിൽ ഈ ദിവ്യകാരുണ്യ ആയുധം കയ്യിലെടുത്ത് നമുക്ക് മുന്നോട്ടിറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാം. ക്ലാര പുണ്യവതിയെ പോലെ ദിവ്യകാരുണ്യത്തിന് ഉപാസകരായിട്ട് മാറാം. ദിവ്യകാരുണ്യനാഥൻ കൂടെയുണ്ട്. ആ വലിയ ആയുധം സ്വന്തമാക്കാൻ മറക്കരുത്. ഒരുങ്ങാം ഈശോയെ സ്വന്തമാക്കാൻ. താങ്ക് യു.